അപ്പോൾ ഞാൻ ഈ സ്റ്റോക്കിംഗ് വന്നിട്ട് ഈ പൈപ്പിംഗ് ബാഗിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ആഡ് ചെയ്യണം. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് എന്ത് ചെയ്യണം, ഈ സ്റ്റോക്കിംഗ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്താൽ നമ്മൾ ആ പേസ്റ്റ് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് തരികളൊന്നും ഇല്ലാണ്ട് കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിൽ ആഡ് ചെയ്ത് സ്റ്റോക്കിംഗ് ഒക്കെ എടുത്ത് ഇനി അതിന് ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മൾ നല്ല ടൈറ്റായി പിടിച്ച് ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. പേസ്റ്റ് പുറത്തോട്ട് വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പൈപ്പിംഗ് ബാഗ് നല്ലപോലെ ടൈറ്റായി പിടിച്ചിട്ട് ഈ സ്റ്റോക്കിങ്ങിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മെല്ലെ വലിച്ചെടുക്കണം. അപ്പം തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് വലിച്ചെടുക്കുക. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ പേസ്റ്റ് മുഴുവൻ സ്ട്രെയിൻ ചെയ്തിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ ഫില്ലായിക്കോളും. അപ്പം ഞാനിതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിനെ വലിച്ചെടുക്കുന്നത്. നല്ലപോലെ ട്വിസ്റ്റ് ചെയ്ത് വലിച്ച് നമ്മളെ പേസ്റ്റ് ഇപ്പോൾ ഫുള്ളായിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് നമ്മളെ പൈപ്പിംഗ് ബാഗിൽ ഫില്ലായിട്ടുണ്ട്. ഇനി ഞാനൊരു ക്ലിപ്പ് വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പോവാണ്, ക്ലോസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ലീക്കാവും. ഇതിപ്പോൾ ഓൾറെഡി ലീക്കായി എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അങ്ങനെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മളെ കോണിൽ ഫില്ല് ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ ഞാൻ കോൺ ഓൾറെഡി റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പൈപ്പിംഗ് ബാഗിലുള്ള പേസ്റ്റ് ഒരേ പ്രഷറിൽ കോണിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്യാണ്. കോണ് ഫുള്ള് നിറയരുത് കേട്ടോ, ഒരു പകുതി മുക്കാലും നിറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പം ഞാൻ എല്ലാ കോൺസിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിനെ സീൽ ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെല്ലോ ടേപ്പ് എടുക്കുക. സെല്ലോ ടേപ്പ് എടുത്തിട്ട് നമ്മളെ കോണിൻ്റെ ടോപ്പ് പോർഷനിൽ ആദ്യം ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം. എന്നിട്ട് അടുത്തൊരു സെല്ലോ ടേപ്പ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ 2 സെല്ലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് ജസ്റ്റ് അതിനൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ആ കോണിൻ്റെ മറ്റേ ടിപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു സെല്ലോ ടേപ്പും കൂടിയിട്ട് ഒട്ടിച്ച് വെക്കണം, ലീക്ക് ആവാതിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ ടോപ്പ് പോർഷൻ വന്നിട്ട് ഇങ്ങനെ മടക്കി, സൈഡ് ഇങ്ങനെ മടക്കി ഒന്നും കൂടി മടക്കിയാൽ നമ്മളെ കോൺ റെഡിയാണ്. എന്നിട്ട് നമ്മളത് ലീക്കാവാത്ത രീതിയിൽ നല്ല രീതിയിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിക്കുക, പിന്നെ സൈഡിൽ എല്ലാവിടെയും ഒന്ന് ഒട്ടിച്ചാൽ നമ്മളെ കോണ് റെഡിയായി. അപ്പം കോൺ എങ്ങനെയാണ് റോൾ ചെയ്യണമെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പം നമ്മളെ ഓർഗാനിക് കോൺ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ എല്ലായിടത്തും സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെക്കണം കേട്ടോ, കോൺ ലീക്കാവാതിരിക്കാൻ. ഒന്ന് മനസ്സ് വെച്ചാൽ എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് ഈ ഹെന്ന കോൺ ബിസിനസ്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഓർഗാനിക് ഹെന്ന കോൺ റെഡിയാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഹെന്ന കോൺസാണ്. അപ്പം ഞാനിത് ഇട്ടതിൻ്റെ ഒരു വീഡിയോവും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെയിനും കാണിക്കുന്നുണ്ട്. ഇതാണ് ഇട്ടത്, അതുപോലെ ഇതിൻ്റെ സ്റ്റെയിനാണ് ഇത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.